ഓം ഗം ഗണപതേ നമഃ. ഓം ഗുരുഭ്യോ നമഃ. ഓം സംസരസ്വതീ നമഃ. ഓം സൂര്യാദി സർവഗ്രേഭ്യോ നമഃ. മൂർത്തിത്വേ പരികൽപ്പിതശുഹൃദോ ആത്മാപുനജന്മനാ ആത്മേത്യാത്മനാങ്കുരിശ്യത ഭക്താമനജ്യോതിഷ ലോകാനാം പ്രയോജനേകതായ ശ്രുതോ വാജന്നസ്രോതനൈരണസ്ത്രൈലോക്യപോലും. ഓം സഹനാവോതു സഹനൗ പുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പൊ നിങ്ങൾ മൊബൈലിലൊക്കെ നോക്കുമ്പോൾ ഞാൻ ഈ ബോർഡിൽ എഴുതുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്നാലും കുഴപ്പമില്ല, വായിക്കാൻ പറ്റും എന്ന് തോന്നുന്നു. കാണാമല്ലോ അല്ലേ? ഞാൻ ബോർഡിൽ ശരി ശരി. നമുക്ക് ഇന്ന് രാശികളെ കുറിച്ചും രാശിചക്രത്തെ കുറിച്ചും രാശിചക്രത്തിൽ വരുന്ന ഗ്രഹങ്ങളുടെ കാര്യങ്ങളും ഒക്കെ പഠിക്കാം. ഞാനത് വീഡിയോ ഇട്ടിരുന്നു. എന്നിരുന്നാലും നമ്മളെ ചുറ്റും, അതായത് നമ്മള് ഇങ്ങനെ ഒരു വ്യക്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഭൂമി, അതിന് ചുറ്റുമുള്ള 360 ഡിഗ്രി എന്ന് പറയുന്നതാണ് രാശിചക്രം. ആ രാശിചക്രത്തെ നമ്മൾ എളുപ്പ വഴിയിൽ ചതുരത്തിൽ വരച്ച് കാണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ശരിക്കും അത് വൃത്താകൃതിയിൽ നമുക്ക് ചുറ്റുമുള്ള എല്ലാം വരുന്നു. ഒരു ബിന്ദുവിൽ നിന്ന് എങ്ങനെയാണോ ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്, അപ്രകാരമാണ് നമ്മുടെ രാശിചക്രം. അപ്പോൾ ആ രാശിചക്രത്തെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് 12 രാശികളായിട്ട് വിഭജിച്ചുകൊണ്ട് അതിനെ ക്രമീകരിക്കുന്നു എന്ന് മാത്രം. അപ്പൊ നമുക്ക് രാശിചക്രം ഇതേപോലെ ഒരു ചതുരം വരച്ചിട്ട് 12 രാശികളായിട്ട് അതിനെ തിരിക്കുകയാണ്. 12 രാശികളായിട്ട് ഇപ്രകാരം തിരിക്കുന്നു. അപ്പൊ ഇതാണ് കിഴക്ക് ദിക്ക്. അപ്പൊ ഈ വരയ്ക്കുന്നത് കാണാമല്ലോ അല്ലേ? ശരി. അപ്പൊ ഇതാണ് കിഴക്ക് ദിക്ക്. അപ്പൊ കിഴക്ക് ദിക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇത് 12 രാശികൾ ഇങ്ങനെ. അത് കിഴക്ക് ദിക്കിലെ ആദ്യത്തെ രാശിയായിട്ട് കണക്കാക്കപ്പെടുന്നത് മേടം രാശി. മേടം രാശിയാണ് ആദ്യത്തെ രാശിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ക്രമത്തിൽ ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. ഇങ്ങനെ 12 രാശികളാണ് ഉള്ളത്. ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഈ രാശി ചിങ്ങം രാശിയുടെ അധിപനാണ് സൂര്യൻ. ചിങ്ങം രാശിയുടെ അധിപൻ സൂര്യൻ. കർക്കിടക രാശിയുടെ അധിപൻ ചന്ദ്രൻ. നമ്മുടെ രാശിചക്രത്തിലെ അച്ഛനും അമ്മയുമായിട്ടാണ് സൂര്യനെയും ചന്ദ്രനെയും കണക്കാക്കുന്നത്. അപ്പൊ സൂര്യൻ അച്ഛനും ചന്ദ്രൻ അമ്മയും. അപ്പം ബാക്കി ഗ്രഹങ്ങളെ എല്ലാം മക്കളായിട്ട് കണക്കാക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന
മറ്റ് ബന്ധപ്പെട്ട ആൾക്കാരായിട്ട് കണക്കാക്കിക്കൊണ്ടാണ് ആ രാശിചക്രത്തിലെ ഓരോ രാശിയെ വിഭജിച്ച് കൊടുത്തതായിട്ടാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സൂര്യന്റെ രാശികളാണ് ഇത്രയും രാശികൾ. സൂര്യന്റെ അധീനതയിലുള്ള രാശികളാണ് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം. അപ്പൊ ഇങ്ങനെ ഇത്രയും രാശികള് സൂര്യന്റെ അധീനതയിലുള്ള രാശികളാണ്. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, ഇത്രയും ഈ 6 രാശികൾ സൂര്യന്റെ അധീനതയിലുള്ള രാശികൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചന്ദ്രന്റെ അധീനതയിലുള്ള രാശികൾ കർക്കിടകം, മിഥുനം, ഇടവം, മേടം, മീനം, കുംഭം. ഇത്രയും രാശികൾ 6 രാശികൾ ചന്ദ്രന്റെ അധീനതയിലുള്ള രാശികൾ. അപ്പൊ അച്ഛൻ എന്ന നിലയിൽ സൂര്യൻ ബുധനാണ് യുവരാജാവ്. രാശി നവഗ്രഹങ്ങളിലെ യുവരാജാവായിട്ട് കണക്കാക്കപ്പെടുന്നത് ബുധനാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിങ്ങം രാശിയുടെ അധിപനായിട്ടുള്ള പിതൃകാരകൻ കൂടിയായിട്ടുള്ള സൂര്യൻ ബുധന് തന്റെ കന്നി രാശി കൊടുത്തു. ബുധൻ ആ സമയത്ത് മാതൃകാരകനായിട്ടുള്ള ചന്ദ്രൻ തന്റെ മിഥുനം രാശി ബുധന് കൊടുത്തു. അടുത്ത പുത്രൻ എന്നുള്ള സങ്കല്പത്തില് മന്ത്രി എന്നുള്ള നിലയിലും ശുക്രന് സൂര്യൻ തന്റെ തുലാം രാശി കൊടുത്തപ്പോൾ ശുക്രന് ചന്ദ്രൻ തന്റെ ഇടവൻ രാശി കൊടുത്തു. ഇടവൻ രാശി നൽകി. സൂര്യൻ സർവസൈന്യാധിപനായിട്ടുള്ള ചൊവ്വയ്ക്ക് തന്റെ വൃശ്ചികം രാശി കൊടുത്തപ്പോൾ ചൊവ്വയുടെ പേര് കുജൻ എന്നാണ്. ചന്ദ്രൻ തന്റെ മേടം രാശി കൊടുത്തു. അപ്പൊ അങ്ങനെ പിന്നീട് ദേവഗുരു എന്നൊക്കെയുള്ള സ്ഥാനം ഉള്ള വ്യാഴത്തിന് സൂര്യൻ തന്റെ ധനുരാശി കൊടുത്തപ്പോൾ ചന്ദ്രൻ തന്റെ മീനം രാശി കൊടുത്തു. പിന്നീട് 2 രാശികളാണ് ബാക്കിയായിട്ട് വന്നിരിക്കുന്നത്. ചിങ്ങം രാശിയുടെ അധിപനായിട്ടുള്ള സൂര്യൻ, അതായത് പിതാവായിട്ടുള്ള സൂര്യൻ തന്റെ പുത്രനായിട്ടുള്ള ശനിക്ക് മകരം രാശി നൽകി. അപ്പൊ ശനിക്ക് മന്ദൻ എന്നാണ് പേര്. ഇവിടെ ചൊവ്വാന്ന് ഞാൻ എഴുതിയെങ്കിലും അത് കുജൻ എന്നാണ് എഴുതാറുള്ളത്. അപ്പൊ അങ്ങനെ വരുമ്പോ ചന്ദ്രൻ തന്റെ കുംഭം രാശി ശനിക്ക് കൊടുത്തു, മന്ദൻ. അപ്പൊ ഇങ്ങനെയാണ് രാശികളും രാശിയാധിപന്മാരും വന്നേക്കുന്നത്. അപ്പൊ ചിങ്ങം രാശി സൂര്യന്റെ മാത്രം അധീനതയിൽ. സൂര്യന്റെ രാശികളാണ് ഈ 6 രാശികൾ. ഈ 6 രാശികൾ ചന്ദ്രന്റെ രാശികൾ. അവര് ഈ രാശികൾ വിഭജിച്ച് അവസാനം വന്നപ്പോൾ സൂര്യനും ചന്ദ്രനും മാത്രം ഓരോ രാശിയുടെ പൂർണ്ണ ആധിപത്യവും മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം 2 രാശികളുടെ വീതവും ആധിപത്യവും വന്നു. ഒരു മിനിറ്റ്. രണ്ട് രാശികളുടെയും ആധിപത്യം വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ സൂര്യന് ചിങ്ങം രാശിയുടെ പൂർണ്ണ ആധിപത്യവും ബുധന് കന്നി രാശിയുടെ പൂർണ്ണാധിപത്യവും ശുക്രന് തുലാം രാശിയുടെ ബുധന് കന്നി രാശിയുടെയും മിഥുനം രാശിയുടെയും പൂർണ്ണാധിപത്യവും ശുക്രന് തുലാം രാശിയുടെയും ഇടവൻ രാശിയുടെയും പൂർണ്ണാധിപത്യവും മേടൻ രാശിയുടെയും വൃശ്ചികം രാശിയുടെയും പൂർണ്ണാധിപത്യവും ചൊവ്വയ്ക്കും മീനൻ രാശിയുടെയും ധനുരാശിയുടെയും പൂർണ്ണാധിപത്യം വ്യാഴത്തിനും കുംഭം രാശിയുടെയും മകരൻ രാശിയുടെയും പൂർണ്ണാധിപത്യം ശനിക്കും കൈവന്നു. ഇതാണ് രാശിയാധിപന്മാർ. രാശിയും രാശിയാധിപന്മാരും രാശിയും രാശിയാധിപന്മാരും രാശിയും രാശിയാധിപന്മാരും ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ രാശികളില് നമ്മുടെ നക്ഷത്രങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അടുത്തത് നമുക്ക്
നക്ഷത്രങ്ങൾ എങ്ങനെ വരുന്നു. ഇപ്പം രാശിയുടെ അധിപന്മാര് എന്ന് പറയുമ്പോൾ സൂര്യന്റെ രാശി ചിങ്ങം രാശിയാണ്. അപ്പൊ ചിങ്ങം രാശിയാണ് സൂര്യന്റെ സ്വക്ഷേത്രം, അതിന് സ്വക്ഷേത്രം എന്ന് പറയും. കന്നി രാശിയും മിഥുനൻ രാശിയും ബുധന്റെ സ്വക്ഷേത്രങ്ങളാണ്. അതേപോലെ തന്നെ ഇടവൻ രാശിയും തുലാം രാശിയും ശുക്രന്റെ സ്വക്ഷേത്രങ്ങളാണ്. മേടം രാശിയും വൃശ്ചികം രാശിയും ചൊവ്വയുടെ സ്വക്ഷേത്രങ്ങളാണ്. സ്വന്തം ക്ഷേത്രങ്ങൾ എന്നർത്ഥം. വ്യാഴത്തിന്റെ സ്വക്ഷേത്രങ്ങൾ ധനുരാശിയും മീനം രാശിയുമാണ്. കുംഭം രാശിയും മകരം രാശിയും ശനിയുടെ സ്വക്ഷേത്രങ്ങളാണ്. അപ്പൊ ഇങ്ങനെയാണ് രാശികളുടെ അവസ്ഥ. അപ്പൊ നമുക്കിനി ഈ ഓരോ നക്ഷത്രങ്ങള് എങ്ങനെയാണ് ഓരോ രാശികളിലായിട്ട് വരുന്നത് എന്ന് പഠിക്കാം. അപ്പം ഒരു രാശിയുടെ അളവ് എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ 30 ഡിഗ്രിയാണ് ഒരു രാശി. 30 ഡിഗ്രി അതിന്റെ താഴോട്ട് പോകുമ്പോൾ ഭാഗ കല എന്നിങ്ങനെ രണ്ട് ചെറിയ, ഇപ്പൊ നമ്മൾ മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് എന്ന് പറയുന്ന പോലെ ഡിഗ്രി കഴിഞ്ഞാൽ അതിന് താഴോട്ട് ഭാഗ കല. അപ്പം അതിന് ഇപ്പൊ നമ്മൾ മിനിറ്റ് സെക്കൻഡ് എന്നൊക്കെ ആ ഭാഗയ്ക്കും കലയ്ക്കും പറയാറുണ്ടെങ്കിലും ശരിയായിട്ടുള്ള ഇത് ഭാഗ കല എന്ന് തന്നെയാണ്. മിനിറ്റ് സെക്കൻഡ് എന്നുള്ളത് അറിവിലേക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ, എന്നാൽ അത് കൃത്യമല്ല. 30 ഡിഗ്രിയാണ് ഒരു രാശി. അപ്പൊ ഒരു രാശി ഇവിടെ 30 ഡിഗ്രി, അപ്പൊ 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി, 150 ഡിഗ്രി, 180 ഡിഗ്രി, 210 ഡിഗ്രി, 240 ഡിഗ്രി, 270 ഡിഗ്രി, 300 ഡിഗ്രി, 330 ഡിഗ്രി, 360 ഡിഗ്രി. അങ്ങനെ 12 രാശികളിലായിട്ട് 360 ഡിഗ്രി ആകെ വ്യാപിച്ചു കിടക്കുക. അതിനെ ആണ് നമ്മൾ 12 രാശികളായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പം ഒരു രാശിയിൽ 30 ഡിഗ്രിയാണ്. ഒരു രാശി 30 ഡിഗ്രിയാണ്. ഈ 12 രാശികളിലായിട്ട് 27 നക്ഷത്രങ്ങളുണ്ട്. 27 നക്ഷത്രങ്ങൾ, അത് നമുക്കറിയാം. 27 നക്ഷത്രങ്ങൾ. അപ്പൊ ഈ 27 നക്ഷത്രങ്ങളെയും കൃത്യമായിട്ട് ഈ 12 രാശികളിലായിട്ട് വെച്ചിരിക്കുകയാണ്, കൃത്യമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാം. അപ്പൊ 12 രാശികളെ കൃത്യമായിട്ട് 27 രാശികളിലായിട്ട് 27 നക്ഷത്രങ്ങളെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പം 360 കൊണ്ട്, അപ്പം 360ൽ നിന്ന് ഈ ഒരു രാശിയിലുള്ള നക്ഷത്രങ്ങളെ, അതായത് 27 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓരോ നക്ഷത്രങ്ങൾക്കും എത്ര ഡിഗ്രി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു രാശിയിൽ 30 ഡിഗ്രിയാണ്. ഒരു നക്ഷത്രത്തിന്റെ അളവ് എന്ന് പറയുന്നത് 13 ഡിഗ്രി വെള്ളം കാണാമല്ലോ അല്ലേ? 13 ഡിഗ്രി. അപ്പൊ ഡിഗ്രിയെ നമ്മൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഡിഗ്രി 20 മിനിറ്റ് അഥവാ ഭാഗ, അതിന് ഒരു വരയിട്ടാണ് കാണിക്കുന്നത്. ഇനി ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 13 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ 360നെ 27 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, 13 ഡിഗ്രി 20 മിനിറ്റ് കിട്ടും. അപ്പൊ അത് ഇത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ആ വീഡിയോ സെൻഡ് ചെയ്ത് തരാം, അന്നേരം കറക്റ്റ് മനസ്സിലാവും. അപ്പൊ നമ്മളിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. 360നെ 27 കൊണ്ട് ഭാഗിക്കുമ്പോൾ 13 ഡിഗ്രി 20 മിനിറ്റ് എന്നുള്ള അളവ് കിട്ടും. അപ്പൊ ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 13 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അപ്പൊ ഈ 13 ഡിഗ്രി 20 മിനിറ്റ് ആണ് ഒരു നക്ഷത്രം. അപ്പം അങ്ങനെ വരുമ്പോൾ 13 ഡിഗ്രി 20 മിനിറ്റ് ഒരു നക്ഷത്രം ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ നക്ഷത്രവും 13 ഡിഗ്രി 20 മിനിറ്റ് വരും. അപ്പൊ ഇത്രയുമാണ്
രണ്ട് പൂർണ്ണ നക്ഷത്രങ്ങൾ. അപ്പൊ 20 20 40 16 26 26 ഡിഗ്രി 40 മിനിറ്റ് ആയി. അപ്പൊ ഇതിന്റെ ബാക്കി എന്ന് പറയുന്നത് 30 ഡിഗ്രി 0 മിനിറ്റ് ആണല്ലോ ഒരു രാശി. 30 ഡിഗ്രി 0 മിനിറ്റ് ആണ് ഒരു രാശി. അപ്പൊ 26 ഡിഗ്രി 40 മിനിറ്റ് രണ്ട് നക്ഷത്രങ്ങൾ വരുമ്പോൾ പിന്നീട് വരുന്നത് 3 ഡിഗ്രി 20 മിനിറ്റ്. അപ്പൊ ഈ 3 ഡിഗ്രി 20 മിനിറ്റ് ബാക്കി വന്നു. അപ്പൊ ഈ 3 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നത് 13 ഡിഗ്രി 20 മിനിറ്റിന്റെ 4/1 അത് 13 ഡിഗ്രി 20 മിനിറ്റ് ആണ് ഒരു നക്ഷത്രം. ഒരു നക്ഷത്രത്തിന് 4 പാദങ്ങളാണ് എന്ന് പറഞ്ഞു. അപ്പൊ 4 പാദങ്ങളിൽ ഒരു പാദം എന്ന് പറയുന്നത് 3 ഡിഗ്രി 20 മിനിറ്റ് ആണ്. 3 ഡിഗ്രി 20 മിനിറ്റ്. അപ്പം 3 ഡിഗ്രി 20 മിനിറ്റ് ഇൻറ്റു 9 സമം 30 ഡിഗ്രി 0 മിനിറ്റ്. അപ്പൊ 3 ഡിഗ്രി 20 മിനിറ്റും 3 ഡിഗ്രി 20 മിനിറ്റിന്റെ 9 ഗുണിതമാണ് 30 ഡിഗ്രി. അതായത് ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അതില് 3 ഡിഗ്രി 20 മിനിറ്റ് വ്യാപ്തിയുള്ള 9 പാദങ്ങളുണ്ട്. 9 നക്ഷത്ര പാദങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു നക്ഷത്രം 4 പാദങ്ങളാണ് ഒരു നക്ഷത്രത്തിലുള്ളത്. ഒരു നക്ഷത്രം എന്നത് 13 ഡിഗ്രി 20 മിനിറ്റ് ആണ്. ഒരു നക്ഷത്രം എന്നത് 13 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അപ്പം 1-ാം പാദം എന്ന് പറയുന്നത് അശ്വതി. ഇവിടെ ഇതിനെ ഇങ്ങനെ 9 ഭാഗിച്ചാൽ, ഈ മേടൻ രാശിയെ തന്നെ 9 ഭാഗിച്ചാൽ, അപ്പൊ മേടൻ രാശിയുടെ, അപ്പൊ ഇത് മേടൻ രാശിയാണ് എന്ന് വിചാരിച്ചു. താഴോട്ട് കാണാമല്ലോ അല്ലേ? അപ്പൊ ഇതിനെ നമ്മള് 9 ഭാഗിക്കാം. 2 3 4 5 6 7 1 2 3 4 5. അപ്പൊ ഇത് മേടൻ രാശിയാണെന്ന് കരുതുക. മേടൻ രാശിയാണെങ്കിൽ അപ്പൊ ഇത് 3 ഡിഗ്രി 20 മിനിറ്റ്. അങ്ങനെ ഓരോ ഭാഗവും 9 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചാൽ ഓരോ ഭാഗവും 3 ഡിഗ്രി 20 മിനിറ്റ് ആണ്. 3 3 20 3 20 3 20 3 20 3 20 3 20 3 20 3 20. അപ്പൊ ഇങ്ങനെ 3 ഡിഗ്രി 20 മിനിറ്റുള്ള 9 പാദങ്ങളാണ്. അതായത് മേടൻ രാശിയെ, ഓരോ രാശിയെ 9 വിഭജിച്ചു കഴിഞ്ഞാൽ അതിൽ ഒന്നാണ് ഒരു പാദം. അപ്പൊ മേടൻ രാശിയിൽ 9 പാദങ്ങളുണ്ട്. എല്ലാ രാശിയിലും ഉള്ളതുപോലെ ഒരു പാദത്തിന്റെ അളവ് എന്ന് പറയുന്നത് 3 ഡിഗ്രി 20 മിനിറ്റ് ആണ്. അപ്പം ഈ 3 ഡിഗ്രി 20 മിനിറ്റ് ആണ് ഒരു നക്ഷത്ര പാദം എന്ന് പറയുന്നത്. അപ്പൊ മേടൻ രാശിയില് അശ്വതി ഭരണി കാർത്തികയുടെ 1-ാം പാദം, ഒരു പാദം, ഇത്രയാണ് മേടൻ രാശിയിൽ വരുന്നത്. അപ്പൊ അശ്വതി നക്ഷത്രം വരുന്നു. അശ്വതി ഇവിടെ 3 ഡിഗ്രി 20 മിനിറ്റ് 13 ഡിഗ്രി 20 മിനിറ്റ് വരെ. അതായത് അശ്വതിയുടെ 1-ാം പാദം ഇവിടെ വരുന്നു, 2-ാം പാദം ഇവിടെ വരുന്നു, 3-ാം പാദം ഇവിടെ വരുന്നു, ഇവിടെ 4-ാം പാദം വരുന്നു. ഇത് അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രം അപ്പൊ പൂർണ്ണമായി. അടുത്തത് ഭരണി നക്ഷത്രം. ഭരണിയുടെ 1-ാം പാദം, ഭരണിയുടെ 2-ാം പാദം, ഭരണിയുടെ 3-ാം പാദം, ഭരണിയുടെ 4-ാം പാദം. ഇത് ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രം 4 പാദങ്ങൾ. ഇനി ബാക്കി ഒരു പാദം ശിഷ്ടം അവശേഷിച്ചു. അത് കാർത്തിക നക്ഷത്രത്തിന്റെ. അപ്പൊ കാർത്തിക ഇങ്ങോട്ട് പോയി വ്യാപിക്കുക. കാർത്തിക അടുത്ത രാശിയിലേക്ക് കടന്നു. കാർത്തിക ഇങ്ങനെ നമ്മള് അശ്വതി
ഭരണി, കാർത്തിക. കാർത്തിക എഴുതുമ്പോൾ കാർത്തിക ഇവിടെയും കൂടെ ചേർന്ന് വരിക. കാർത്തികയുടെ ആദ്യത്തെ പാദം മാത്രം മേടക്കൂറില്. അപ്പൊ ഈ രാശിക്ക് ചന്ദ്രനുള്ള അങ്ങനെ നക്ഷത്രങ്ങളെ സംബന്ധിക്കുമ്പോൾ അതിന് പറയുന്നത് കൂറ് എന്ന് പറയും. അപ്പൊ മേടക്കൂറിലാണ് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. അപ്പൊ ഇടവക്കൂറിലേക്ക് വരുമ്പോൾ കാർത്തികയുടെ മുക്കാൽ ഭാഗം ഇവിടെ വന്നു. ഇവിടെ ഇനി ഇടവൻ രാശിയാണ് ഇങ്ങോട്ടെങ്കിൽ കാർത്തികയുടെ 2-ാം പാദം, കാർത്തികയുടെ 3-ാം പാദം, കാർത്തികയുടെ 4-ാം പാദം. അങ്ങനെ ഇത് ഇടവൻ രാശി, ഇടവം. അപ്പൊ ഇടവൻ രാശി ഇങ്ങോട്ട് കിടക്കുക. ഇത് ഇത്രയും മേടൻ രാശി. അപ്പൊ ഇത് ഇങ്ങനെ നമ്മൾ ഓരോ ഇതും. ഇപ്പൊ കാർത്തിക ഇവിടോട്ട് കയറി വന്നു. അത് കഴിഞ്ഞിട്ട് രോഹിണി, മകയിരം ഇവിടെയും കൂടെ കയറി വന്നു. മകയിരം വരുമ്പോള് അപ്പൊ കാർത്തികയുടെ 2, 3, 4 പാദങ്ങള് ഇടവൻ രാശിയില്, രോഹിണി മുഴുവൻ ഇടവൻ രാശിയില്, മകയിരത്തിന്റെ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ കാർത്തികയുടെ 3 പാദങ്ങള്, രോഹിണിയുടെ 4 പാദങ്ങള്, പിന്നീട് വരുന്നത് 9 പാദത്തിൽ 2 പാദമാണ് ബാക്കിയുള്ളത്. ആ മകയിരത്തിന്റെ 1, 2 പാദങ്ങൾ. അപ്പൊ മകയിരത്തിന്റെ 1, 2 പാദങ്ങളും ഇടവൻ രാശിയിലാണ്. അപ്പൊ മിഥുനൻ രാശിയിലേക്ക് മകയിരത്തിന്റെ 3, 4 പാദങ്ങൾ കടന്നു വന്നു. പിന്നീടുള്ളത് തിരുവാതിര, പുണർന്നം. അപ്പൊ മിഥുനൻ രാശിയില് മകയിരത്തിന്റെ 3, 4 പാദങ്ങൾ കടന്നു, തിരുവാതിരയുടെ 4 പാദങ്ങൾ കടന്നു, പിന്നെ പുണർന്നത്തിന്റെ 1, 2, 3. പിന്നീട് വന്ന് ബാക്കിയുള്ളത് 9 പാദത്തിൽ 3 പാദങ്ങൾ. അപ്പൊ പുണർന്നത്തിന്റെ 1, 2, 3 ഇങ്ങനെ 3 പാദങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ പുണർന്നത്തിന്റെ 1 പാദം ശേഷിച്ചിട്ടുണ്ട്. അത് ഇവിടേക്ക് വന്നു. പുണർന്നം 4-ാം പാദം. പിന്നീട് പൂയം നക്ഷത്രം, പൂയം, ആയില്യം. അപ്പൊ പൂയം, ആയില്യം ഇവിടെ കൊണ്ട് ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ കൊണ്ട് തീർന്നു. അപ്പൊ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു അശ്വതി മുതൽ 9 നക്ഷത്രങ്ങൾ, അതായത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർന്നം, പൂയം, ആയില്യം. ഈ 9 നക്ഷത്രങ്ങൾ ഒരു ഗ്രൂപ്പിലാണ്. അപ്പൊ അതായത് മേടം മുതൽ ഈ 9 നക്ഷത്രങ്ങള് 4 രാശികളിലായിട്ട് വ്യാപിച്ചു കിടക്കുക. ഈ മേടം മുതൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം ഇങ്ങനെ 9 നക്ഷത്രങ്ങള് 4 രാശിയിലായിട്ട് വ്യാപിച്ചെടുക്കുക. ഇനി അടുത്തു വരുന്ന 9 നക്ഷത്രങ്ങള് ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം ഈ 4 രാശികളിലായിട്ട് വ്യാപിച്ചു കിടക്കുക. അപ്പം അടുത്തത് ആയില്യം കൊണ്ട് ഒരു ക്രമം പൂർത്തിയായി. അപ്പൊ ചിങ്ങൻ രാശിയിലേക്ക് വരുമ്പോൾ മകം നക്ഷത്രം, മകത്തിന്റെ 4 പാദങ്ങൾ, മകത്തിന്റെ ആകെയുള്ള 1, 2, 3, 4 എല്ലാ പാദങ്ങളും ചിങ്ങൻ രാശിയിലാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പൂര നക്ഷത്രത്തിന്റെ മുഴുവൻ പാദങ്ങളും. അപ്പം മകത്തിന്റെ 4, പൂരത്തിന്റെ 4, 8 പാദങ്ങളായി. ബാക്കിയുള്ളത് ശേഷിച്ചത് 1 പാദം മാത്രം. അത് ഉത്ര നക്ഷത്രത്തിന്റെ 1-ാം പാദം മാത്രം ചിങ്ങം രാശിയില്. അപ്പൊ ഉത്ര നക്ഷത്രത്തിന്റെ ബാക്കി 3 പാദങ്ങള് ഉത്രത്തിന്റെ 1, 2, 3 പാദങ്ങള് കന്യരാശി വന്നു. ഉത്രത്തിന്റെ 3 പാദങ്ങള്, പിന്നെ അത്തത്തിന്റെ 4 പാദങ്ങൾ, അത്തത്തിന്റെ മുഴുവൻ പാദങ്ങൾ, അത്തത്തിന്റെ 4 പാദങ്ങള്. പിന്നീട് ബാക്കി വന്നിരിക്കുന്നത് 2 പാദങ്ങളാണ്. അപ്പം ചിത്തിരയുടെ 1, 2 പാദങ്ങൾ. അപ്പൊ ചിത്തിര പകുതി അവിടെ തീർന്നു. ചിത്തിരയുടെ ബാക്കി 2 പാദങ്ങൾ, ചിത്തിര 3, 4 പാദങ്ങൾ തുലാം രാശിയിലേക്ക് കയറി വന്നു. ചോതി, വിശാഖം
അപ്പൊ വിശാഖത്തിന്റെ മുഴുവൻ പാദങ്ങളും അതിനകത്തോട്ട് വരുന്നില്ല. അതായത് ചിത്തിരയുടെ 3, 4 പാദങ്ങളാവുന്നത്, ചോതിയുടെ 4 പാദങ്ങള്, ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പാദങ്ങളാണ് 9 പാദങ്ങളിൽ തുലാം രാശി ബാക്കിയുള്ളത്. അപ്പൊ അതായത് വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങൾ. അപ്പൊ വിശാഖത്തിന്റെ 1, 2, 3 പാദങ്ങൾ. അപ്പൊ വിശാഖത്തിന്റെ ബാക്കി ഒരു പാദം എന്ന് പറയുന്നത് വിശാഖം 4-ാം പാദം വൃശ്ചികക്കൂറിലാണ് വരുന്നത്. വിശാഖം അനിഴം മുഴുവൻ, അനിഴം തൃക്കേട്ട, ഇത്രയും നക്ഷത്രങ്ങള് വൃശ്ചികം രാശി വന്നു. അപ്പൊ രണ്ടാമത്തെ ആ ഗ്രൂപ്പ് ചിങ്ങൻ രാശി മുതൽ വൃശ്ചികം രാശി വരെ 9 നക്ഷത്രങ്ങള് ഈ 4 രാശിയിലായിട്ട് വീണ്ടും വ്യാപിച്ചു കിടക്കുകയാണ്. ഇനി അടുത്ത നക്ഷത്ര ഗ്രൂപ്പ് കിടക്കുകയാണ്. അപ്പൊ അടുത്ത നക്ഷത്ര ഗ്രൂപ്പ് എന്ന് പറയുന്നത് ധനു രാശിയാണ്. ധനുരാശിയിലാണ് തുടങ്ങുന്നത്. അപ്പം മൂലം നമുക്ക് മുകളിലേക്ക് എഴുതിപ്പോ. മൂലം, പൂരാടം, ഉത്രാടം. അപ്പൊ മൂലം 4 പാദങ്ങള്, മൂലത്തിന്റെ 4 പാദങ്ങള്, പൂരാടത്തിന്റെ 4 പാദങ്ങള്, പിന്നീട് ബാക്കി വരുന്നത് ഉത്രാടത്തിന്റെ 1 പാദം. ഉത്രാടത്തിന്റെ അപ്പൊ 1 പാദം മാത്രം, 1-ാം പാദം. അപ്പൊ ഉത്രാടത്തിന്റെ അടുത്ത പാദം ബാക്കി കിടക്കുകയാണ്. ഉത്രാടത്തിന് 2, 3, 4 പാദങ്ങൾ ബാക്കി വന്നു. പിന്നെ തിരുവോണത്തിന്റെ 4 പാദങ്ങൾ, ഉത്രാടത്തിന്റെ 3 പാദങ്ങള്, തിരുവോണത്തിന്റെ 4 പാദങ്ങള്, അവിട്ടം, പിന്നീട് അവിട്ടത്തിന്റെ ബാക്കിയുള്ളത് 2 പാദങ്ങളാണ്. അപ്പൊ അവിട്ടത്തിന്റെ 1, 2 പാദങ്ങള്. പിന്നീട് ബാക്കി അപ്പൊ അവിട്ടത്തിന്റെ 3, 4 പാദങ്ങൾ കുംഭക്കൂറില്. പിന്നെ അവിട്ടം കഴിഞ്ഞ് ചതയം, പൂരുരുട്ടാതി. അപ്പൊ അവിട്ടത്തിന്റെ 2 പാദങ്ങള് കുംഭക്കൂറിൽ വന്ന് 3, 4 പാദങ്ങൾ കുംഭക്കൂറിൽ വന്നു. പൂരുരുട്ടാതി ചതയത്തിന്റെ 4 പാദങ്ങള്. അപ്പൊ ബാക്കിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആ കുംഭക്കൂറിൽ വരേണ്ടത് 3 പാദങ്ങൾ കൂടെ ഉണ്ട്. അത് പൂരുരുട്ടാതിയുടെ. അപ്പൊ 1, 2, 3 പാദങ്ങൾ പൂരുരുട്ടാതിയുടെ കുംഭക്കൂറിൽ വന്നു. പൂരുരുട്ടാതിയുടെ ബാക്കി 1 പാദം അവശേഷിക്കുകയാണ്. അപ്പൊ അത് മീനൻ രാശിയിൽ പൂരുരുട്ടാതി. അപ്പൊ 4-ാം പാദം മാത്രം ഇവിടെ. പിന്നെ ഉത്രട്ടാതി, രേവതി. ഇത്രയുമാണ് നമ്മള് നക്ഷത്രങ്ങൾ ഓരോ രാശിയിലും വരുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മള് നക്ഷത്രങ്ങള് 12 രാശികളിലായിട്ട് 12 രാശികളാണ്. 27 നക്ഷത്രങ്ങളുണ്ട്. ഒരു രാശി എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. 12 രാശിയും കൂടെ 360 ഡിഗ്രിയാണ്. ഒരു നക്ഷത്രം എന്ന് പറയുന്നത് 13 ഡിഗ്രി 20 മിനിറ്റ് ആണ്, അല്ലെങ്കിൽ 20 ഭാഗയാണ്. 360-നെ 27 കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് 13 ഡിഗ്രി 20 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് രാശിചക്രത്തിന്റെ സ്ഥിതി. അപ്പൊ നമുക്കിനി അടുത്തത് നമുക്ക് ഈ രാശികളുടെ വർഗീകരണമുണ്ട്. രാശികളുടെ വർഗീകരണം ഫലപ്രവചനത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് കിഴക്ക് ദിക്ക്, രാശികളുടെ വർഗീകരണം. അപ്പോൾ രാശികള് നിരവധിയായിട്ടുള്ള രീതിയിൽ വർഗീകരിക്കാറുണ്ട്. അതെല്ലാം ഫലപ്രവചനത്തിന് സഹായകരമാകുന്ന രീതിയിലാണ്. രാശിയുടെ സ്വഭാവം അനുസരിച്ചിട്ടാണ് വർഗീകരിക്കുന്നത്. അപ്പൊ രാശികളുടെ വർഗീകരണം എന്ന് പറയുന്നത് നിരവധിയായിട്ടുള്ള രീതിയിലുണ്ട്. അപ്പൊ അതിലൊന്നാണ് ചരം, സ്ഥിരം, ഉഭയം. അപ്പൊ
ചരം സ്ഥിരം ഉഭയം. അപ്പൊ ഇത് മേടം രാശിയാണ്. മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം. അപ്പൊ നമ്മള് ഈ രാശികളെ ഇങ്ങനെ വർഗീകരിക്കുമ്പോൾ ചരം സ്ഥിരം ഉഭയം. അപ്പൊ മേടം രാശി ചരരാശിയാണ്, ചരം. ഇടവൻ രാശി സ്ഥിരരാശിയാണ്. മിഥുനൻ രാശി ഉഭയരാശിയാണ്, ഉഭയം. അപ്പൊ ഈ ചരം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്നത്, ചരിക്കുന്നത്, അതായത് സഞ്ചരിക്കുന്നത് എന്നർത്ഥം. അപ്പൊ മേടൻ രാശി ചരരാശിയാണ്. ഇടവൻ രാശി സ്ഥിരരാശി. ചരം സ്ഥിരം ഉഭയം, ഇതാണ് ക്രമം. മിഥുനൻ രാശി ഉഭയരാശിയാണ്. ചരവുമല്ല സ്ഥിരവുമല്ല, രണ്ടിന്റെയും ഇടയ്ക്കുള്ള, രണ്ടിന്റെയും സ്വഭാവ സവിശേഷതകളുള്ള ഇത്. അപ്പം നമ്മള് ഓരോ ആവശ്യങ്ങൾക്കും നമുക്ക് ഈ ഇപ്പം നമ്മൾ ഒരു ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പം സ്ഥിരരാശി ശുഭം, സർവപ്രശ്നേഷു സ്ഥിരം രാശി ശുഭം എന്നതുകൊണ്ട് ഏത് പ്രശ്നത്തിലാണെങ്കിലും സ്ഥിരരാശിയാണ് കിട്ടുന്നതെങ്കിൽ അത് ഉത്തമമായിട്ട് ഗണിക്കണം. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചരരാശി ശുഭമായിട്ടും എടുക്കാറുണ്ട്. അത് ഓരോ കാര്യത്തിന്റെയും ഇപ്പൊ വാഹനം വാങ്ങിക്കുമ്പോൾ വാഹനം ചലിക്കുന്ന ഇതായതുകൊണ്ട് യാനങ്ങൾക്ക്, വാഹനം എന്ന് പറയുന്നത് വാസ്തുശാസ്ത്രത്തിലും ജ്യോതിഷ ശാസ്ത്രത്തിലും യാനങ്ങൾ എന്നാണ് പറയുന്നത്, യാനം. അപ്പം ഈ ചരരാശി അതിന് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ ഓരോ രാശിയുടെയും സ്വഭാവം അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഈ വർഗീകരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ മേടം രാശി ചരരാശിയാണ്, ഇടവൻ രാശി സ്ഥിരരാശിയാണ്, മിഥുനൻ രാശി ഉഭയരാശിയാണ്. ഇങ്ങനെയാണ്. അപ്പൊ കർക്കിടകൻ രാശി ചരരാശിയാണ്, അത് ക്രമത്തിൽ ഇങ്ങനെ വരികയാണ്. ചിങ്ങം രാശി സ്ഥിരരാശിയാണ്, കന്നി രാശി ഉഭയരാശിയാണ്, ഉഭയം. വീണ്ടും ഇങ്ങോട്ട് ആവർത്തിക്കുകയാണ്. അത് ക്ലോക്ക് വൈസിൽ, അതായത് പ്രദക്ഷിണമായിട്ട് ഈ പ്രക്രിയ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരം സ്ഥിരം ഉഭയം, ചരം സ്ഥിരം ഉഭയം, ചരം സ്ഥിരം ഉഭയം. അപ്പൊ കന്നിരാശി കഴിഞ്ഞു, തുലാരാശി ചരരാശി, വൃശ്ചികം രാശി സ്ഥിരരാശി, ധനുരാശി ഉഭയരാശി. മകരം രാശി ചരരാശി, കുംഭം രാശി സ്ഥിരരാശി, മീനൻ രാശി ഉഭയരാശി. അപ്പം ചരരാശികള് മേടം, കർക്കിടകം, തുലാം, മകരം, ഈ 4 രാശികളാണ് ചരരാശികള്. ചരരാശികള് മേടം, കർക്കിടകം, തുലാം, മകരം. സ്ഥിരരാശികള് ഇടവം, ചിങ്ങം, വൃശ്ചികം, കുംഭം. ഈ 4 രാശികള് സ്ഥിരരാശികളുമാണ്. അതേപോലെ തന്നെ മിഥുനം, കന്നി, ധനു, മീനം, ഈ 4 രാശികൾ ഉഭയരാശികളാണ്. ഇവിടെ ഒരു പ്രത്യേകത, 4 മൂലയ്ക്കുമുള്ള രാശികളാണ് ഉഭയരാശിയായിട്ട് വന്നിരിക്കുന്നത്. 4 മൂലയ്ക്കുമുള്ള രാശികളാണ് ഉഭയരാശിയായിട്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ചരം സ്ഥിരം ഉഭയം. അപ്പൊ ഇതൊക്കെ നമുക്ക് ഫലപ്രവചനത്തില് ഒരുപാട് ഇതുള്ളതാണ്. ഞാൻ എൻ്റെ നക്ഷത്രങ്ങളെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഒരു പക്ഷേ മനസ്സിലായിട്ടുണ്ടാകാം. അതിനകത്ത് നമ്മൾ പ്രത്യേകം പറയും, ഓരോരുത്തരുടെയും സ്വഭാവത്തെ നിർണ്ണയിക്കുന്നതിന് വളരെ ഘടകമാണ് ഈ ചരം സ്ഥിരം ഉഭയം എന്നുള്ള വർഗീകരണം. ചരരാശിയിൽപ്പെട്ട രാശിയിൽ ജനിക്കുന്നവര്, ചരരാശിയിൽ ഗ്രഹങ്ങൾ നിൽക്കുകയും ചരരാശി അംശവുമായി വരികയാണെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളവര് സഞ്ചാരശീലരായിരിക്കും, സഞ്ചരിക്കാനൊക്കെ ഉള്ള താല്പര്യം കൂടുതലുള്ളവരാണ്. അപ്പൊ അതാണ്. പിന്നീട് അപ്പൊ ഇത്രയാണ് ചരം സ്ഥിരം ഉഭയം എന്ന് പറഞ്ഞ വർഗീകരണം. അടുത്ത് ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ?
സിമ്പിളാണിത്. നമുക്ക് അടുത്ത വർഗീകരണം അത് അടുത്തത് ഓജം യുഗ്മം. അപ്പൊ ഓജരാശി യുഗ്മരാശി. അപ്പൊ ഇങ്ങനെ ഈ ഓജം എന്ന് പറയുന്നത് ഓജരാശി യുഗ്മരാശി. ഓജം 1, യുഗ്മം 2 അങ്ങനെയാണ്. ഓജം എന്ന് പറയുന്നത് 1, യുഗ്മം എന്ന് പറയുന്നത് 2 അങ്ങനെയാണ്. അപ്പൊ ഓജരാശി, മേടം ഓജരാശിയാണ്, ഇടവൻ യുഗ്മരാശിയാണ്. മിഥുനം ഓജരാശിയാണ്, ഇടവം യുഗ്മരാശിയാണ്. ചിങ്ങം ഓജരാശിയാണ്. ക്രമത്തിൽ ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് ഇങ്ങനെ അത് റിപ്പീറ്റ് ചെയ്യുക. ചിങ്ങം ഓജരാശിയാണ്, കന്നി യുഗ്മരാശിയാണ്, യുഗ്മം. പിന്നെ തുലാം ഓജരാശിയാണ്, യുഗ്മരാശിയാണ്, യുഗ്മം. വൃശ്ചികം യുഗ്മരാശി, ധനു ഓജരാശി, മകരം യുഗ്മരാശി, യുഗ്മം. കുംഭം ഓജരാശി, മീനം യുഗ്മരാശി. ഇങ്ങനെയാണ് ക്രമത്തിൽ മേടം മുതൽ ഓജം യുഗ്മം ഓജം യുഗ്മം ഓജം യുഗ്മം ഓജം യുഗ്മം ഓജം യുഗ്മം ഓജം യുഗ്മം ഇങ്ങനെ 12 രാശികൾ ക്രമത്തിൽ ക്ലോക്ക് വൈസിൽ മേടം മുതൽ അതിങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു. അപ്പം ഈ ഓജം എന്ന് പറഞ്ഞാൽ 1 എന്ന് ഞാൻ പറഞ്ഞു, യുഗ്മം എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓജരാശി തന്നെയാണ് പുരുഷരാശി. പുരുഷരാശി ഇത് സ്ത്രീ രാശി. അപ്പം മേടം രാശി പുരുഷരാശിയാണ്, ഇടവൻ രാശി സ്ത്രീ രാശിയാണ്. അതേപോലെ തന്നെ ഈ ഓജരാശികളെല്ലാം പുരുഷരാശികളാണ്. ഓജരാശി ഇവിടെ പുരുഷരാശി, പുരുഷം, ഇത് സ്ത്രീ. ഇത് പുരുഷരാശി, ചിങ്ങം രാശി പുരുഷരാശി, കന്നിരാശി സ്ത്രീ രാശി. തുലാം രാശി പുരുഷരാശി, വൃശ്ചിക രാശി സ്ത്രീ രാശി. ധനുരാശി പുരുഷരാശി, മകരം രാശി സ്ത്രീ രാശി. കുംഭം രാശി പുരുഷരാശി, മീനരാശി സ്ത്രീ രാശി. അപ്പൊ ഇങ്ങനെയാണ് ക്രമത്തിലെ ഓജരാശികളെല്ലാം പുരുഷരാശികളാണ്, യുഗ്മരാശികളെല്ലാം സ്ത്രീ രാശികളാണ്. അത് സിമ്പിളാണ്, മനസ്സിലായത്. അപ്പം മേടം രാശി, മിഥുനം രാശി, ചിങ്ങം രാശി, തുലാം രാശി, ധനുരാശി, കുംഭം രാശി ഇത്രയും പുരുഷരാശികളാണ്. അതേസമയം ഇടവൻ രാശി, കർക്കിടകൻ രാശി, കന്നി രാശി, വൃശ്ചികം രാശി, മകരം രാശി, മീനൻ രാശി ഇത്രയും സ്ത്രീ രാശികളാണ്. അപ്പൊ ഒരു വ്യക്തി ജനിക്കുന്ന, ഇപ്പൊ ലഗ്നം അല്ലെങ്കിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി, ഈ രാശി ഇപ്പൊ സ്ത്രീ രാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ചിട്ട് അതിന്റെ അംശകം പോയി സ്ത്രീ രാശിയിൽ നിൽക്കുകയാണെങ്കിൽ നല്ല സ്ത്രൈണതയുള്ള വ്യക്തിയായിരിക്കും. അത് പുരുഷനാണെങ്കിൽ പോലും, ഒരു പുരുഷനായിട്ടാണ് ജനനമെങ്കിൽ പോലും സ്ത്രീ രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു, അതിന്റെ അംശകം പോയി അതേപോലെ തന്നെ ഒരു സ്ത്രീ രാശിയിൽ നിൽക്കുകയാണ്. അവിടെ ഒരു സ്ത്രീ ഗ്രഹത്തിന്റെ ആധിപത്യമുള്ള രാശിയാണെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി നല്ല സ്ത്രൈണതയുള്ള ആളായിരിക്കും. നല്ല പുരുഷനാണെങ്കിൽ പോലും ആ വ്യക്തിയിൽ ഒരു സ്ത്രൈണത ഒളിഞ്ഞിരിപ്പുണ്ടാവും. ഞാനത് ഇപ്പം 2ാം ഭാഗം നക്ഷത്രങ്ങളെ കുറിച്ചുള്ളതിനകത്ത് ഓരോ നക്ഷത്രപാദവും വിവരിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഓരോ രാശിയുടെയും സ്വഭാവം വിവരിച്ചിട്ടുണ്ട്. ഏതൊക്കെ അംശകത്തിലാണ് ഇത് പോയി നിൽക്കുന്നത്. അപ്പൊ അംശമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ല, പുതിയതായിട്ടുള്ളവർക്ക് അത് അറിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് അംശം കൂടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകും, ഫലം എങ്ങനെ പറയണമെന്നുള്ളത്. അപ്പം
ഇങ്ങനെയാണ് ഓജരാശി പുരുഷരാശി, യുഗ്മരാശി സ്ത്രീരാശി, അങ്ങനെ 12 രാശികളിലായിട്ട് ക്രമത്തിൽ ഓജരാശികളെല്ലാം പുരുഷരാശികളാണ്, യുഗ്മരാശികളെല്ലാം സ്ത്രീരാശികളാണ്. ഇനി ഇതിന് ഒരു വർഗീകരണം കൂടെ. അപ്പം ഈ പുരുഷരാശികളെല്ലാം കേൾക്കുന്നില്ലയോ? ആർക്കും കേൾക്കുന്നില്ലയോ? കോഡ്ലെസ് മൈക്കിന്റെ ഇപ്പൊ കേൾക്കാമോ? കോഡ്ലെസിന്റെ പവർ ഓഫ് ആയി, അതാ അത് ചാർജ്. ഇപ്പൊ കേൾക്കാമോ? ശരി, നേരത്തെ പോലെ തന്നെ നല്ലതുപോലെ കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ അല്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഇങ്ങോട്ട് അടുത്ത് വരുമ്പോ ക്ലിയർ ആവുന്നുണ്ട്. ശരി ശരി, അങ്ങോട്ട് ബോർഡിന്റെ അവിടേക്ക് പോകുമ്പോ ക്ലിയർ അല്ല. അത് നോക്കാം, ഞാൻ അടുത്ത് നിന്ന് സംസാരിക്കാൻ നോക്കാം. അപ്പൊ ഈ ഓജരാശികളെല്ലാം ക്രൂരരാശികളാണ്. ക്രൂരം. അപ്പൊ ഓജരാശികളെല്ലാം ക്രൂരരാശികളാണ്. യുഗ്മരാശികൾ, അതായത് സ്ത്രീ രാശികളെല്ലാം സൗമ്യ രാശികൾ എന്ന് പറയും. സൗമ്യം. അപ്പോ ഈ ഓജരാശി, പുരുഷരാശി, ക്രൂരരാശി, അപ്പൊ 3 പേരുകൾ വന്നു അതിന്. ഓജരാശികളെല്ലാം ക്രൂരരാശികളാണ്, യുഗ്മരാശികളെല്ലാം സൗമ്യ രാശികളായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പം ഇത് ക്രൂരം, കർക്കിടക രാശി സൗമ്യം, ചിങ്ങം രാശി ക്രൂരം, കന്നി രാശി സൗമ്യം, തുലാരാശി ക്രൂരം, വൃശ്ചികം രാശി സൗമ്യം, ധനുരാശി ക്രൂരം, മകരരാശി സൗമ്യം, കുംഭം രാശി ക്രൂരം, മീനൻ രാശി സൗമ്യം. അപ്പൊ ഇങ്ങനെയാണ് 3 ക്രൂരം, സൗമ്യം എന്ന് പറയുന്നത്. അതായത് ഓജരാശികളെല്ലാം ക്രൂരരാശികളാണ്, യുഗ്മരാശികളെല്ലാം സൗമ്യ രാശികളാണ്. അങ്ങനെ വരുമ്പോൾ മേടം ഓജരാശിയാണ്, പുരുഷരാശിയാണ്, ക്രൂരരാശിയാണ്. ഓജം, പുരുഷം, ക്രൂരം, ഈ 3 വർഗീകരണവും ഒരു രാശിയിലാണ് വരുന്നത് എന്ന് പറയാം. അതേപോലെ തന്നെ യുഗ്മം, സ്ത്രീ, സൗമ്യം, ഈ 3 വർഗീകരണങ്ങളും ഒരു രാശിയിലാണ് വരുന്നത്. അപ്പൊ മേടം രാശി ക്രൂരരാശിയാണ്. ക്രൂരരാശികള് മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഇത്രയും രാശികള് പുരുഷരാശികളാണ്, ഓജരാശികളാണ്, ക്രൂരരാശികളാണ്. അതേപോലെ തന്നെ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം, ഇത്രയും രാശികൾ യുഗ്മരാശികളാണ്, സ്ത്രീ രാശികളാണ്, സൗമ്യ രാശികളാണ്. അപ്പൊ ഈ സൗമ്യം എന്നുള്ള വാക്കില് ആ സ്വഭാവം നമുക്കത് ഒളിഞ്ഞിരിപ്പുണ്ട്. ക്രൂരം എന്നുള്ള വാക്കിൽ അവര് എന്ത് ചെയ്യാൻ മടി കാണിക്കാത്തവരായിരിക്കാം. അപ്പൊ ഇതൊക്കെ നിശ്ചയിക്കുന്നത് ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് അംശിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയ അംശവും കൂടെ നോക്കി വേണം നമ്മളങ്ങനെ പറയാന്. ഈ മേടൻ രാശിയിൽ ജനിച്ചതുകൊണ്ട് മാത്രം ഒരു വ്യക്തി നല്ല പൂർണ്ണമായിട്ട് പുരുഷ സ്വഭാവം വരണമെന്നും ക്രൂരത ഉണ്ടാകണമെന്നും നിർബന്ധമില്ല. അതിന്
ഈ ചന്ദ്രൻ എവിടെയാണോ പോയി അംശിക്കുന്നത് എന്ന് അതുകൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലം പൂർണ്ണമായിട്ട് വരികയുള്ളൂ. പിന്നെ ഓരോ നക്ഷത്രത്തിനും പ്രത്യേകം സ്വഭാവങ്ങളുമുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ സ്വഭാവ നിർണയം നടത്തുന്നത് ഒരു വ്യക്തിയുടെ. അപ്പൊ ക്രൂരരാശിയാണ്. ക്രൂരരാശി എന്ന് പറയുമ്പോൾ മേടക്കൂറിൽ ജനിക്കുന്നവർക്ക് ക്രൂരകർമ്മങ്ങളോട് ഒരു പ്രത്യേക ആഭിമുഖ്യം ഉണ്ടാകും. അവർ മടി കാണിക്കത്തില്ല. അതേസമയം ഇടവൻ രാശിയിൽ ജനിക്കുന്നവര് സൗമ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അവർക്ക് ക്രൂരത എന്ന് പറയുന്ന ക്രൂരകർമ്മങ്ങൾ ചെയ്യുക. ഇപ്പം ചില സ്ഥലങ്ങളിൽ കോഴി ഇറക്കുക, ബലി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഓജരാശിയിൽപ്പെട്ടവർ മുന്നോട്ട് വരികയും സൗമ്യരാശികളിൽപ്പെട്ടവർ പിന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് പൊതുവായിട്ടുള്ള പ്രത്യേകത. അപ്പൊ അങ്ങനെ ബാക്കി കാര്യങ്ങളും കൂടെ കൊണ്ടാണ് നിശ്ചയിക്കുന്നത്. ഇങ്ങനെ 3 തരത്തിലാണ് ഈ ഒരു വർഗീകരണം വരുന്നത്: ഓജം, പുരുഷം, ക്രൂരം എന്നിങ്ങനെ. അപ്പൊ യുഗ്മം, സ്ത്രീ, സൗമ്യം, ഇത് 3 ഒരു ഗണത്തിൽ. അപ്പൊ ഇങ്ങനെ 12 രാശികളിലായിട്ട് ഈ രീതിയിൽ നമ്മുടെ ഈ രാശികളുടെ വർഗീകരണം വരുന്നു. ഇവിടെ ഇനി നമുക്ക് ഞാനിതൊന്നും തുടയ്ക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് ഓരോ ഗ്രഹങ്ങൾക്കും, ഇപ്പം ഓരോ ഗ്രഹങ്ങളുടെ ആധിപത്യം ഞാൻ പറഞ്ഞല്ലോ. അതായത് സൂര്യന്റെ രാശിയാണ് ചിങ്ങം രാശിയെന്നും ചന്ദ്രന്റെ രാശിയാണ് കർക്കിടകൻ രാശിയെന്നും അതുമുതൽ ക്രമത്തിൽ 6 രാശികൾ വീതം അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ആധിപത്യം ഉണ്ടായിരുന്നതിനെ അവർ മറ്റു ഗ്രഹങ്ങൾക്ക് വീതിച്ചു നൽകി. അതായത് ദാനം ചെയ്തു എന്നാണ് ഒരു പ്രവചനം, ഒരു പ്രയോഗം. അപ്പൊ അങ്ങനെ ദാനം ചെയ്ത രാശികളാണ് മറ്റുള്ളവർക്ക് അവരുടെ സ്വന്തമായിട്ട് മാറിയത്. അങ്ങനെ വരുമ്പോൾ ബുധന് മിഥുനം രാശിയും കന്നി രാശിയും ബുധന് വരികയും ഇടവൻ രാശിയും തുലാം രാശിയും ശുക്രന് വരികയും മേടൻ രാശിയും വൃശ്ചികൻ രാശിയും ചൊവ്വയ്ക്ക് വരികയും ധനു രാശിയും മീനൻ രാശിയും വ്യാഴത്തിന് വരികയും കുംഭം രാശിയും മകരൻ രാശിയും ശനിക്ക് വരികയും ചെയ്തു. അപ്പൊ നമ്മള് ഇനി ഇത് ചൊവ്വയുടെ രാശിയാണ്. അതിന് അവിടെ ചൊവ്വയുടെ രാശി, ചൊവ്വ എന്ന് കാണിക്കുന്നത് കു എന്ന് അടയാളപ്പെടുന്നത്. കുജൻ. അപ്പൊ ഇത് കുജൻ എന്നാണ്. കുജൻ. അപ്പൊ ഇവിടെ ഇടവൻ രാശി ശുക്രന്റെ രാശിയാണ്. ശുക്രൻ. അപ്പൊ ഇവിടെ നമ്മൾ ശുക്രനെ ശു എന്നാണ് അടയാളപ്പെടുത്തുന്നത്. ഇടവൻ രാശിയും തുലാം രാശിയും ശുക്രന്റെ രാശി. മിഥുനൻ രാശിയും കന്നി രാശിയും ബുധന്റെ രാശിയാണ്. ബുധനെ അടയാളപ്പെടുത്തുന്നത് ബു എന്ന അക്ഷരത്തിലാണ്. ഇവിടെ ചിങ്ങം രാശി ഇത് സൂര്യന്റെ രാശിയാണ്. സൂര്യനെ നമ്മൾ രവി എന്നാണ് പറയുന്നത്. രവി എന്ന അക്ഷരത്തിലാണ് സൂര്യനെ അവിടെ അടയാളപ്പെടുത്തുന്നത്. ചന്ദ്രനെ അടയാളപ്പെടുത്തുന്നത് ച എന്ന അക്ഷരത്തിലാണ്. ചന്ദ്രൻ. അതേപോലെ തന്നെ മീനൻ രാശി ഗുരു, വ്യാഴത്തിനെ അടയാളപ്പെടുത്തുന്നത് ഗുരു എന്നുള്ള അതിലാണ്. അപ്പൊ അത് ഗു എന്ന് മാത്രമേ അടയാളപ്പെടുത്തുള്ളൂ. ശനിയുടെ രാശി, ശനിയെ മന്ദൻ എന്നാണ് പറയുന്നത്. മന്ദൻ, അത് മാ എന്ന് മാത്രമേ നമ്മൾ അടയാളപ്പെടുത്തുള്ളൂ. ഇങ്ങനെയാണ് ഗ്രഹങ്ങളുടെ രാശി ആധിപത്യം. അതേസമയം ഈ രാശികൾക്കൊക്കെ ഉച്ചരാശികളുണ്ട്. ഉച്ചരാശികൾ സ്വക്ഷേത്രം എന്ന് പറഞ്ഞു. ഈ രാശികളുടെ ഏത് ഗ്രഹത്തിലാണോ ആ ഓരോ രാശിയുടെയും ആധിപത്യമുള്ളത്, ആ രാശികൾ അവർക്ക് സ്വക്ഷേത്രങ്ങളാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സ്വക്ഷേത്രങ്ങളെ കൂടാതെ ഉച്ചരാശികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബലമുള്ള രാശികൾ. അത് സ്വക്ഷേത്രങ്ങളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാത്ത രാശികൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് പരിചയപ്പെടാം. അപ്പം ഉച്ചരാശികൾ. അപ്പൊ ശുക്രന്റെ രാശി ഇവിടെയാണ്.
ശുക്രന് ഉച്ചരാശി. ഇവിടെയാണ് ശുക്രന് ഉച്ചം വരുന്നത് രാശി. ഏത്? മീനൻ രാശി. അപ്പൊ മീനൻ രാശിയിൽ ശുക്രന് ഉച്ചം വരുമ്പോൾ, അപ്പൊ ഉച്ചം വരുന്ന രാശിയുടെ നേരെ 7ാം ഭാവത്തിലാണ് നീചം വരുന്നത്. അപ്പൊ ഇവിടെ ശുക്രന് ഉച്ചം, ഇവിടെ ശുക്രന് മീനൻ രാശി ഉച്ചരാശിയാണെങ്കിൽ ശുക്രന് കന്നി രാശിയാണ് നീചരാശി. നീചം എന്ന് പറഞ്ഞാൽ ബലമില്ല എന്നർത്ഥം. സീറോ ബലമാണ് ഇവിടെ. അപ്പൊ ശുക്രന് നീചരാശി എന്ന് പറയുന്നത് കന്നിരാശിയാണ്. ഇതിന്റെ നേരെ 7ാമത്തെ രാശി. ചൊവ്വയുടെ ഉച്ചരാശി എന്ന് പറയുമ്പം ശനിയുടെ രാശിയായിട്ടുള്ള ഈ മകരൻ രാശിയാണ് ചൊവ്വയുടെ ഉച്ചം, ചൊവ്വയുടെ ഉച്ചരാശി. അപ്പൊ ചൊവ്വയ്ക്ക് നീചം വരുന്നത് അതിന്റെ നേരെ 7ാമത്തെ രാശിയായിട്ടുള്ള കർക്കിടകൻ രാശി. അപ്പൊ ഇവിടെയാണ് കുജന് നീചം വരുന്നത്. നീചം. അപ്പൊ സൂര്യന്റെ ഉച്ചരാശി എന്ന് പറയുന്നത്, സൂര്യന്റെ സ്വക്ഷേത്രം ചിങ്ങം രാശി മാത്രമാണ്. സൂര്യന്റെ ഉച്ചരാശി എന്ന് പറയുമ്പോൾ മേടം രാശിയാണ്. അപ്പൊ മേടം രാശി, ഇവിടെ നമുക്ക് സൂര്യൻ രവി, സൂര്യന്റെ ഉച്ചരാശി എന്ന് പറയുന്നത് മേടൻ രാശിയാണ്. അപ്പൊ ഇതിന്റെ നേരെ 7ാമത്തെ രാശിയിലാണ് സൂര്യന്റെ നീചരാശി. അപ്പൊ സൂര്യന്റെ നീചം എന്ന് പറയുന്നത് തുലാം രാശി. അപ്പൊ സൂര്യന്റെ നേരെ 7ാം ഭാവത്തില് സൂര്യന് തുലാം രാശിയിൽ നീചം രാശി. ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സൂര്യൻ എവിടെയാണ്? സൂര്യന്റെ പുത്രനാണ് ശനി. അപ്പൊ ശനിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് സൂര്യൻ. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം നമുക്ക് എളുപ്പം മനസ്സിലാക്കാം. സൂര്യൻ എവിടെയാണോ ഉച്ചം അവിടെ ശനിക്ക് നീചമാണ്, ശനിക്ക് നീചരാശിയാണ്. അപ്പൊ ഇവിടെ ശനിക്ക് നീചം. അപ്പം മേടം രാശി ശനിക്ക് നീചരാശി, സൂര്യൻ ഉച്ചരാശിയുമായി. അപ്പൊ അങ്ങനെ വരുമ്പം സൂര്യന്റെ നീചരാശിയായിട്ടുള്ള തുലാം രാശി ശനിക്ക് ഉച്ചരാശിയായി. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ്. അപ്പൊ ശുക്രനെ സംബന്ധിച്ച് ശുക്രന്റെ ഉച്ചവും നീചവും പറഞ്ഞു. ശനിയുടെ ഉച്ചരാശി. അപ്പം ഈ ചൊവ്വയ്ക്ക് ഒരു പ്രത്യേകത പറഞ്ഞു. ചൊവ്വയുടെ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള ശനിയുടെ രാശിയായിട്ടുള്ള മകരൻ രാശിയിലാണ് ചൊവ്വയുടെ ഉച്ചരാശി വന്നിരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ വ്യാഴത്തിന്റെ ഉച്ചരാശി. ഇത് വ്യാഴത്തെ നമ്മൾ ചിന്തിക്കുന്നത് കർക്കിടക രാശിയിലാണ് വ്യാഴത്തിന് ഉച്ചരാശിയാകുന്നത്. അപ്പൊ അതിന്റെ നേരെ 7ാം രാശി ഇവിടെയാണ് വ്യാഴത്തിന് നീചരാശി, മകരം രാശി, നീചരാശി. വ്യാഴത്തിന്റെ നീചരാശി മകരൻ രാശിയാണ്. അപ്പം ഇനി ചന്ദ്രന്റെ രാശി ഉച്ചരാശി എന്ന് പറയുന്നത് ഇടവൻ രാശിയാണ്. ചന്ദ്രന്റെ ഉച്ചരാശി ചന്ദ്രൻ ഉച്ചം വരുന്ന രാശി ഇടവൻ രാശിയാണ്. അപ്പൊ നേരെ 7ാം ഭാവത്തില് ഇവിടെയാണ്, അതായത് വൃശ്ചികൻ രാശിയിലാണ് ചന്ദ്രന് നീചം ഭവിക്കുന്നത്. നീചരാശി. ഇനി ശനിയുടെ രാശിയും കൂടെ ഉണ്ട്. ശനിയുടെ പറഞ്ഞു എല്ലാം ആയല്ലോ. സൂര്യൻ, ചന്ദ്രൻ, ബുധൻ. ബുധന്റെ ഉച്ചരാശി എന്ന് പറഞ്ഞാൽ ബുധന് മാത്രം. ഇപ്പം സൂര്യന് ചൊവ്വയുടെ രാശിയിലാണ് ഉച്ചം വന്നിരിക്കുന്നത്, ചന്ദ്രന് ശുക്രന്റെ രാശിയിലാണ് ഉച്ചം വന്നിരിക്കുന്നത്. ശുക്രന് ഉച്ചം വന്നിരിക്കുന്നത് വ്യാഴത്തിന്റെ രാശിയിലാണ്. ചൊവ്വയ്ക്ക് ഉച്ചം വന്നിരിക്കുന്നത് ശനിയുടെ രാശിയിലാണ്. വ്യാഴത്തിന് ഉച്ചം വന്നിരിക്കുന്നത് നേരെ ചന്ദ്രന്റെ രാശിയിലാണ്. ഇത്രയും ഗ്രഹങ്ങൾക്ക്, ബുധൻ ഒഴിച്ചുള്ള ബാക്കി ഗ്രഹങ്ങൾക്കെല്ലാം ഉച്ചരാശിയായിട്ട് വന്നിരിക്കുന്നത് മറ്റുള്ളവരുടെ രാശിയാണ്. എന്നാൽ ബുധൻ ഉച്ചം വരുന്നത് സ്വന്തം രാശിയായിട്ടുള്ള കന്നിരാശിയിലാണ്. ബുധന് ഉച്ചം വന്നിരിക്കുന്നത്
കന്നി രാശിയിലാണ് ഉച്ചം. അപ്പൊ അങ്ങനെ വരുമ്പം ബുധന്റെ നേരെ ഇതിന്റെ കന്നി രാശിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള മീനൻ രാശിയാണ് ബുധന് നീചരാശിയാകുന്നത്. നീചം. ഇങ്ങനെയാണ് ഉച്ചരാശിയും നീചരാശിയും വരുന്നത്. അപ്പൊ ഈ ഉച്ചം വരുന്നത് ഇത്ര ഡിഗ്രി മുതൽ ഇത്ര ഡിഗ്രി വരെ എന്നുണ്ട് ഓരോ രാശിയിലും. എല്ലാ ഇപ്പം ബുധനെ സംബന്ധിച്ച് ഈ മീനൻ രാശി നീചരാശിയാണ്. മീനൻ രാശിയിലെ 30 ഡിഗ്രിയും പൂർണ്ണമായിട്ടും 0 ബലമല്ല. 0 ബലമുള്ള ഒരു പ്രത്യേക പാർട്ട് അവിടെ ഇന്ന ഡിഗ്രി മുതൽ ഇന്ന ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഓരോ ഗ്രഹത്തിലെയും ഈ 12 രാശികളിലും പ്രത്യേകമുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാം കൂടെ ഞാൻ ഇത് ഹൃദിസ്ഥമാക്കുക. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഓരോ നക്ഷത്രത്തിന്റെയും ക്രമങ്ങൾ, അതായത് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി ഇങ്ങനെ താഴോട്ട് എഴുതിയിട്ട് മകം, പൂരം, ഉത്രം അങ്ങനെ താഴോട്ട് എഴുതുക. ഇത് അനുജന്മ നക്ഷത്രങ്ങളെ കണ്ടുപിടിച്ച് എഴുതി എനിക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞിട്ട് 5 പേരാണ് അയച്ചു തന്നേക്കുന്നത്. അവരൊക്കെ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ളവരാരും അത് അയച്ചു തന്നിട്ടില്ല. ഈ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് അതൊരു 5 മിനിറ്റ് മെനക്കെട്ടിരുന്നെങ്കിൽ അയച്ചു തരാമായിരുന്നു. പക്ഷെ എല്ലാവരും അത് അയച്ചു തന്നിട്ടില്ല. കൃത്യമായിട്ട് അത് പഠിച്ചെങ്കിൽ മാത്രമേ, നമ്മൾ അതാത് സമയങ്ങളിൽ പഠിച്ചെങ്കിൽ മാത്രമേ ഇത് ബുദ്ധിമുട്ടില്ലാതെ നമ്മളിലേക്ക് മനസ്സിലാവുള്ളൂ. എല്ലാവരും ഇതിൽ ആദ്യം, പ്രത്യേകിച്ച് തുടക്കക്കാര്, ആദ്യം മുതൽ A to Z ആദ്യം, അതായത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നവര്, ഇങ്ങനെയാണ് ഈ ഉച്ചം, നീചം തുടങ്ങിയ ഇത് മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ ഈ ഉച്ചം, നീചരാശിയും നമ്മൾ പഠിച്ചു. രാശിയെ പഠിച്ചു, രാശ്യാധിപന്മാരെ പഠിച്ചു, ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങളെ പഠിച്ചു, ഉച്ചരാശികളും നീചരാശികളും പഠിച്ചു. ഇത് മൂലത്രികോണ രാശികൾ. അപ്പോൾ മൂലത്രികോണ രാശികൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗമുണ്ട്. അപ്പൊ ഈ മൂലത്രികോണ രാശികൾ അതുകൂടെ നമുക്കിന്ന് ഞാനത് മൂലത്രികോണ രാശികളെ ഇപ്പൊ പരിചയപ്പെടുത്തുന്നില്ല. കാരണം ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു 3-4 ക്ലാസ്സിലായിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. അത് വീഡിയോ എല്ലാം പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. മൂലത്രികോണ രാശി എന്താണ് അത് നമുക്ക് പ്രത്യേകം പഠിക്കാം. കാര്യം ഇതിനകത്ത് എഴുതിയാൽ നിങ്ങൾക്ക് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആയി പോകും ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക്. അപ്പം ഇത് നമുക്ക് ഈ കാര്യങ്ങൾ ഒന്ന് അല്ലാതെ പറയാം. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ഇനി ഈ കഴിഞ്ഞ ഇപ്പം ഇത്രയും പഠിച്ച സംഭവങ്ങൾ അടുത്ത ദിവസം എനിക്കൊന്ന് എഴുതി അയച്ചു തരണം. കഴിഞ്ഞ ആഴ്ച എഴുതി അയച്ചു തരാത്തവർ നിർബന്ധമായിട്ടും ഈ ആഴ്ചയിൽ എഴുതി അയച്ചു തരിക. അപ്പം എഴുതി അയച്ചു തരേണ്ടത്, ഒന്ന് രാശിചക്രം വരച്ചിട്ട് രാശികളുടെ പേര്, ഓരോ രാശിയിലും ഏതൊക്കെ ഗ്രഹമാണ് അതിൻ്റെ അധിപൻ. അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്. മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തികയുടെ ഒന്നാം കാൽ എന്ന് പറയുമ്പോൾ 1-ാം പാദം മാത്രം. അങ്ങനെ ഓരോ രാശിയിലും വരുന്ന നക്ഷത്രങ്ങൾ ഇത് നിങ്ങൾ പകർത്തി എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായാൽ മാത്രം മതി. ഇല്ലെങ്കിൽ നിങ്ങളിത് എല്ലാം എൻ്റെ ബ്രെയിനിലേക്ക് കടന്നിട്ടുണ്ട് എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. പിന്നീട് അത് ചിലപ്പോൾ മറന്നു പോയെന്നിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം രാശിചക്രം വരച്ച് എഴുതി വെക്കുക. ആ വെക്കുന്നതിൻ്റെ എല്ലാം കൂടെ ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എനിക്ക് ഇട്ട് തന്നാലും മതി. നിങ്ങളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ രാശിചക്രം വരച്ച് ഓരോ രാശിയുടെയും പേരെഴുതുക, അതാത് രാശികളുടെ രാശ്യാധിപന്മാരെ എഴുതുക.
പ്രത്യേകം ഒരു രാശി വരച്ചിട്ട് ഓരോ രാശിയിലും നക്ഷത്രങ്ങൾ വരുന്നത് ഏതൊക്കെയാണെന്ന് എഴുതുക. അതുകൂടാതെ ഒരു ഗ്രഹനില വരച്ചിട്ട്, അതായത് രാശിചക്രം വരച്ചിട്ട് ഓരോ രാശിയിൽ ഓജം, യുഗ്മം, ക്രൂരം അതിങ്ങനെ എഴുതുക. അതിങ്ങനെ ക്രമത്തിൽ ഏതൊക്കെ രാശിയിലാണ് ഓജം, യുഗ്മം, ക്രൂരം. പിന്നെ നമ്മൾ ചരം, സ്ഥിരം, ഉഭയം എന്ന വർഗീകരണം പഠിച്ചു. അപ്പോൾ ചരരാശി ഏതൊക്കെയാണ്, ഉഭയരാശി ഏതൊക്കെയാണ്, സ്ഥിരരാശി ഏതൊക്കെയാണ്, ഇങ്ങനെ എഴുതി വെക്കുക. പിന്നെ ഇപ്പം പഠിച്ച ഉച്ചരാശി, നീചരാശി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു നോട്ട് ബുക്കിലോ വല്ല എഴുതിയിട്ട് അതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരിക. ജസ്റ്റ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അയച്ചു തരിക. അപ്പോൾ എല്ലാവരും ഈ ശ്ലോകങ്ങൾ ചൊല്ലിപ്പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണപതി ശ്ലോകങ്ങൾ. അപ്പം പ്രാർത്ഥന എന്തായാലും ഇതിന് അത്യാവശ്യമാണ്. അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോരോ പ്രാർത്ഥന തിരഞ്ഞെടുക്കാം. ഇപ്പോൾ പൊതുവായിട്ട് ജ്യോതിഷന്മാർ ഉപയോഗിക്കുന്നത് ഗണപതി, സരസ്വതി, ഗുരു. ഇത് കൂടാതെ ദക്ഷിണാമൂർത്തി. അപ്പോൾ ദക്ഷിണാമൂർത്തിയുടെ ശ്ലോകമാണ് അത് സൂര്യനെ വന്ദിക്കുന്ന ശ്ലോകമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കവടി ക്രിയ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ശ്ലോകമാണ്. അതുകൂടാതെ ദക്ഷിണാമൂർത്തിയുടെ ശ്ലോകമുണ്ട്. അപ്പോൾ കൈലാസാദ്രീശവണേ സുവിടേ പാടികെ മണ്ഡവേ സന്മാതങ്കാരാതി വിടോവരിൽ പരിലസിതെന്നും പറഞ്ഞുകൊണ്ടുള്ള ശ്ലോകം. അപ്പോൾ അത് ഇപ്പോൾ ആദ്യം നിങ്ങൾ ഇതൊന്നും ശ്ലോകങ്ങളൊന്നും പഠിച്ചിട്ടില്ലാത്തവരും ഉണ്ടാകുമല്ലോ. ചിലർക്ക് ഇതെല്ലാ ശ്ലോകങ്ങളും അറിയാവുന്നവരുണ്ടാകും, ചിലർ ഇതൊന്നും പഠിച്ചിട്ടില്ലാത്തവരുണ്ടാകും. അങ്ങനെ വരുമ്പം ഗണപതി, സരസ്വതി, ഗുരു, ഇതിൽ ഈ 3 ദേവതകളുടെയും ശ്ലോകങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ ഗണപതിയുടെ സാധാരണയായിട്ട് ഏകദന്ത മഹാകായം, പിന്നെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു ശ്ലോകം നിങ്ങൾക്കറിയാമെങ്കിൽ ആ ശ്ലോകം മതി. കൂടുതൽ ശ്ലോകം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അത് പഠിക്കാം. ഞാനൊക്കെ ആദ്യകാലത്തൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുമൊക്കെ ഈ ശ്ലോകങ്ങൾ പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. ഓരോ ധ്യാനമന്ത്രങ്ങളും പ്രത്യേകം എഴുതിയെടുത്ത് കൊണ്ടു നടന്ന് പഠിക്കുമായിരുന്നു. അത് ആ സമയത്തും ഞാൻ ഈ ക്ലാസ് എടുക്കുമായിരുന്നു. അതായത് അങ്ങനെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ഗണപതിയുടെ ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. ഏകദന്ത മഹാകായം തുടങ്ങി വക്രതുണ്ടം തുടങ്ങി അങ്ങനെ നിരവധിയായിട്ടുള്ള ശ്ലോകങ്ങൾ. അതേപോലെ തന്നെ ഗുരുവിൻ്റെ ഒരുപാട് ശ്ലോകമുണ്ട്. ഗുരു ബ്രഹ്മ തുടങ്ങി ശ്ലോകമുണ്ട്. അജ്ഞാനതിപുരാന്തസ്യ ശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ തുടങ്ങി ഒരുപാട് ശ്ലോകങ്ങളുണ്ട്. അതുപോലെ തന്നെ സരസ്വതി നമസ്തുഭ്യം എന്ന് പറഞ്ഞ സരസ്വതിയുടെ ശ്ലോകമുണ്ട്. അതേപോലെ തന്നെ യാ കുന്ദേന്ദു തുഷാരഹാരതവള എന്ന് തുടങ്ങുന്ന സരസ്വതി ശ്ലോകം. ഇതിലേതെങ്കിലുമൊക്കെ പഠിക്കുക. അതുകൂടാതെ ഞാൻ ചൊല്ലുന്ന ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ചൊല്ലുന്ന ഓം സഹനാവോതു, ആ സഹനാവോതു എന്നുള്ള ശ്ലോകം എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ചൊരു വിദ്യ പഠിക്കുകയാണ്. അപ്പം നിങ്ങളും ഞാനും എല്ലാവരും ഒരുമിച്ച് ഈ വിദ്യ പഠിക്കുകയാണ്. ആ വിദ്യ സഹനാവോതു എന്നുള്ള ശ്ലോകത്തിൻ്റെ അർത്ഥം വളരെ വിശാലമാണ്. ഓം സഹനാവോതു സഹനവും ഭുനത്തു, നമുക്കൊന്നിച്ച് ഈ വിദ്യയുടെ രസത്തെ ഭുജിക്കാമെന്നാണ് പറയുന്നത്. സഹവീര്യം കരവാഹേ, എന്നിട്ട് അതിൻ്റെ വീര്യങ്ങളെല്ലാം നമുക്ക് കരസ്ഥമാക്കാം. തേജസ്വിനാവതീത വസ്തു, എന്നിട്ട് ആ വീര്യം കൊണ്ട് നമുക്ക് തേജസ്വികളായി മാറാം. തേജസ്വിനാവതീത വസ്തു മാ വിദ്വിഷാവഹൈ, അങ്ങനെ നമ്മൾ വീര്യവാന്മാരായി വരുമ്പോൾ ആരെയും ദ്വേഷിക്കാതിരിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ശാന്തി 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 പറയുന്നത്. അത് 3 തരത്തിലുള്ള ശാന്തിയുണ്ട്. ആധ്യാത്മിക ശാന്തി, ഭൗതികമായിട്ടുള്ള ശാന്തി, ദൈവികമായിട്ടുള്ള ശാന്തി. അപ്പോൾ ഇങ്ങനെ 3 തരത്തിലുള്ള ശാന്തികളാണ് നമുക്കൊരു മനുഷ്യന് ആവശ്യം. അതുകൊണ്ടാണ് 3 പ്രാവശ്യം നമ്മൾ ശാന്തി മന്ത്രം ചൊല്ലുന്നത്. ശാന്തി 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 എന്ന് ചൊല്ലുന്നത്. അപ്പോൾ അങ്ങനെ അതിനുശേഷം നമുക്ക് ഈ
കൈലാസാദ്രീശോ കോണെ എന്ന് തുടങ്ങുന്ന ദക്ഷിണാമൂർത്തിയാണ് നമ്മൾ ജ്യോതിഷത്തിന്റെ ദേവതയായിട്ട് പറയുന്നത്. ദക്ഷിണാമൂർത്തിയുടെ ശ്ലോകം അത് പഠിച്ചിരിക്കുക. പിന്നീട് നമ്മൾ ഈ അതായത് ബൃഹജ്ജാതകം വരാഹമിഹിര ഹോരയിലും പ്രശ്നമാർഗത്തിലും ഒക്കെ ആദ്യത്തെ ശ്ലോകമായിട്ട് കൊടുത്തിരിക്കുന്നത് മൂർത്തിത്വ പരികൽപ്പിത എന്ന് പറയുന്ന ശ്ലോകമാണ്. അപ്പോൾ ആ ശ്ലോകം, ഇത്രയും ശ്ലോകങ്ങൾ നമ്മൾ ആദ്യ ഘട്ടത്തിൽ പഠിച്ചിരിക്കുക. പിന്നീട് കവടിക്രിയയിലേക്ക് കിടക്കുമ്പോൾ അതിൽ കുറേ ശ്ലോകങ്ങളുണ്ട്, അത് പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ശ്ലോകങ്ങൾ ഞാൻ നാളെ തന്നെ നിങ്ങൾക്ക് അത് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ആ ശ്ലോകങ്ങളെ കാണാതെ പഠിക്കുക. നിത്യം കുറച്ച് നാൾ നോക്കി ചൊല്ലുമ്പോൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, അത് നിത്യം രാവിലെ എഴുന്നേറ്റ് ചൊല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിത് പഠിച്ചു പോകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. ആദ്യത്തെ പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇനി മൂലത്രികോണം എന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ഗ്രഹങ്ങളുടെ ശത്രുമിത്ര അവസ്ഥകളുണ്ട്, അതൊക്കെ അടുത്ത ദിവസങ്ങൾ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വരച്ച് നോട്ടായിട്ട് ഈ ഗ്രഹപാഠമായിട്ട് അത് ഹോംവർക്ക് അയച്ചു തരിക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇപ്പം പെട്ടെന്ന് ചോദിക്കാൻ പറ്റിയ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? മിനിറ്റും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. എന്തിന്റെ മിനിറ്റ്? അത് ഈ മിനിറ്റ് സെക്കൻഡ് എന്ന് നമ്മളൊരു അതിന് പകരം പറയുന്നുണ്ട്. എന്നിരുന്നാലും അത് കറക്റ്റ് അല്ല. എന്ന് പറയുന്ന ഭാഗയും കലയും മണിക്കൂർ മിനിറ്റ് എന്ന് പറയുന്ന ഡിഗ്രിയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അത് കറക്റ്റ് അല്ല. ശരിയായിട്ടുള്ള പദം എന്ന് പറയുന്നത് കല എന്ന് തന്നെയാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഭാഗയ്ക്ക് മിനിറ്റ് എന്നും കലയ്ക്ക് സെക്കൻഡ് എന്നും പറയും. അപ്പൊ നാഴിക എന്തോ സമയം കാൽക്കുലേറ്റ് ചെയ്താൽ അത് നമുക്ക് അത് നമുക്കത് അതായത് ലഗ്ന സ്ഫുടം കാണുന്ന ആ സമയം ഇത് വിശദമായിട്ട് പറയാം. ഈ സ്ഫുടം കാണുക, ലഗ്നം കാണുക തുടങ്ങിയ ക്രിയകൾ വരുമ്പോൾ അത് ഫുള്ള് ഇതിന്റെ ക്രിയകളാണ്, അത് ഗണിതക്രിയകളാണ്. ആ ഗണിതക്രിയകൾ വരുമ്പോൾ കൃത്യമായിട്ട് അത് പറഞ്ഞു തരാം. അപ്പം ഈ കല എന്നാണ് ശരിയായിട്ടുള്ള വാക്ക്. മണിക്കൂർ മിനിറ്റിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസം അതിലുണ്ട്. അത് ശരിയായിട്ടുള്ള പദമല്ല, അത്രമാത്രം. അത് നമുക്ക് വിശദമായിട്ട് അത് പഠിക്കുമ്പോൾ, അതായത് നമുക്ക് സ്ഫുടങ്ങൾ കാണുമ്പോഴും ലഗ്നം കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഇത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഫുടം എന്ന് പറയുമ്പോൾ ഒരു ഗ്രഹം നിൽക്കുന്ന ഏത് പൊസിഷനിലാണോ ആ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കത് വിശദമായിട്ട് പറയാം. ഞാനത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക, ആരും മടി കാണിക്കരുത്. അന്നേരം നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഗ്രൂപ്പിൽ നിങ്ങൾ വോയിസ് മെസ്സേജ് ആയിട്ട് ഇടുക, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുക. എന്തോ ഒരു കാര്യമാണ്, പഞ്ചാംഗം വാങ്ങിച്ചപ്പോഴേ പുതിയ പഞ്ചാംഗം കിട്ടിയുള്ളൂ, പഴയത് കിട്ടിയില്ല. അപ്പൊ പുതിയ പഞ്ചാംഗം ഇനി ചിങ്ങം മുതലല്ലേ തുടങ്ങുന്നത്? അതെ. അതുകൊണ്ട് കുഴപ്പമുണ്ടോ? അല്ല, അത് നമുക്ക് പഴയ പഞ്ചാംഗം ഒന്നും ഇപ്പൊ എല്ലായിടത്തും തീർന്നു കാണും. അത് കുഴപ്പമില്ല. നമുക്ക് പഞ്ചാംഗം പരിചയപ്പെടുത്തുമ്പോൾ, പഞ്ചാംഗം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വായിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് പഠിക്കാനുണ്ട്. ഈ ഗ്രഹങ്ങളുടെ സ്ഫുടങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് പഞ്ചാംഗം ആവശ്യമാണ്. ഞാൻ പഠിപ്പിക്കുന്ന പഞ്ചാംഗം വരുമ്പോൾ, പഞ്ചാംഗം ഭാഗം വരുമ്പോൾ, അത് ക്രിയകൾ വരുമ്പോൾ നമുക്ക് ഈ പഞ്ചാംഗം പരിചയപ്പെടുത്തിയുന്നത് പുതിയ പഞ്ചാംഗത്തിൽ പരിചയപ്പെടുത്താം. നിങ്ങളുടെ കയ്യിലുള്ള പഞ്ചാംഗം വെച്ചിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം, കുഴപ്പമില്ല. അത്
അപ്പോൾ ശരി, നമുക്ക് ഇന്ന് മംഗളം ചൊല്ലി നിർത്താം. എല്ലാവരും സംശയം കേട്ടിട്ടുള്ളവരെല്ലാവരും ഈ സംശയം ഇതൊന്ന് ചെയ്തു നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഗ്രൂപ്പിൽ വോയിസ് നോട്ടായിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തോ ഇടുക. മടി കാണിക്കരുത്. അതാത് ആഴ്ചകളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഗണിതക്രിയ ഇച്ചിരി കട്ടിയാണ്. ആ ഗണിതക്രിയകൾ ഇച്ചിരി സമയമെടുത്ത് തന്നെ പഠിക്കേണ്ടതാണ്. അത് നിങ്ങൾ പരിശീലിച്ച് നോക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. പിന്നീടുള്ള ഫലഭാഗങ്ങളൊക്കെ നമുക്ക് ഇപ്പം ഒരു കുട്ടി ജനിക്കുന്ന കുട്ടിയുടെ ലഗ്നം ഇന്നതാണ്, മേടൻ രാശിയാണ് ലഗ്നം. ആ ലഗ്നം മേടൻ രാശിക്ക് ഒരു ഫലമുണ്ട്. അത് നിങ്ങൾ കാണാതെ പിന്നീട് എപ്പോൾ വേണേലും പഠിച്ചാൽ മതി. ആ പഠിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ നോട്ടൊക്കെ എടുത്ത് നോക്കിക്കൊണ്ട് വേണമെങ്കിൽ ഫലം പറയാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാത് ആഴ്ചകളിൽ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. പിന്നീട് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് തലയിലോട്ട് മനസ്സിലാകാത്ത സ്ഥിതിയാവും. അതുകൊണ്ട് തന്നെ ഇപ്പൊ കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിരുന്നതിൽ പകുതി പേരെ എന്തെങ്കിലും ഒരു സ്ഥിതിയിലായിരുന്നു എനിക്ക് ഒരു വിശ്വാസം വരുന്നുള്ളൂ. അപ്പൊ അത് എന്താന്ന് ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ ഇവര് ഇതൊക്കെ കേട്ട് അങ്ങ് പഠിച്ചോളൂ എന്നുള്ള ധാരണയില് ക്രിയകളൊന്നും ചെയ്യാതെ എല്ലാം കൂടെ അവസാനം വന്ന് നോക്കുമ്പോൾ ആകെ ഭ്രാന്ത് പിടിക്കും. അങ്ങനെ അപ്പോൾ ഒന്നും കൃത്യമായിട്ട് മാറ്റി വെക്കാതിരിക്കുക, കൃത്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോവുക. ശരി, നമുക്ക് മംഗളശ്ലോകം ചൊല്ലി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓം അസതോമാ സദ്ഗമയ തമസോർമാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്ത ദിവസം കാണാം.